ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫുഡി ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതും ക്ലിക്ക് ചെയ്തേരാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒറ്റ വീഡിയോസ് മിസ് ഔട്ട് ആകത്തില്ല. അപ്പം ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് കേക്ക് ബേക്കിംഗ് ട്യൂട്ടോറിയലാണ്. ഇതൊരു കൊളാബറേഷനാണ് വിത്ത് GD Bakes. കൊല്ലം 5 GD Bakes വളരെ നല്ല ഉഗ്രനായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്കുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ബിസി ആയിട്ടുള്ള GD Bakes ഞങ്ങൾ തന്നെ വാങ്ങിച്ച് കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഷുവറായിട്ട് ഗ്യാരണ്ടി പറയാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല അടിപൊളി കേക്ക് ബേക്ക് സ്പെഷ്യലിസ്റ്റായി തീരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മെഷറിംഗ് കപ്പ് എടുക്കുകയാണ്. അപ്പോൾ മെഷറിംഗ് കപ്പ് നമുക്ക് ഈസി ആയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പല അളവിലുള്ള മെഷറിംഗ് കപ്പുകളുണ്ട്. പിന്നെ കേക്ക് ബേസ് ലെയറിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ട് ബൗളിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നമ്മളെടുത്ത് മാറ്റും. കാരണം ഈ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഓരോ ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ മാറ്റുകയാണിത്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നിറയ്ക്കുമ്പോൾ നമ്മൾ ടോപ്പ് വരെ നിറച്ചിട്ട് ഈ ടോപ്പ് പോർഷൻ നമ്മളങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് അളവ് അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ മൈദയിലോട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കൊക്കോ പൗഡർ എന്ന് പറഞ്ഞാൽ വേക്ക് ഫീൽഡിൻ്റെ കൊക്കോ പൗഡറാണ്. അപ്പം നമ്മളിനി നീല കപ്പിൽ, അതായത് ഒരു ടേബിൾ സ്പൂൺ അളവാണ്, നീല കപ്പിൽ 2 പ്രാവശ്യം ഓരോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്. അപ്പം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്താൽ മതി. അപ്പം ഇതിലും നമ്മൾ നേരത്തെ കാണിച്ചു കൊണ്ട് തന്നെ ടോപ്പ് വരെ നിറച്ചിട്ട് പിന്നെ ടോപ്പ് പോർഷൻ നമ്മൾ നീക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കറക്റ്റ് അളവ് വരുന്നത്. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഒരു പോർഷനാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്ന ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ, ചെറിയൊരു പോർഷൻ മാത്രം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യണം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന ഒരു 1/8 ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സ്പൂൺ എടുത്തിട്ട് ബേക്കിംഗ് സോഡയും കൂടി അവസാനം നമുക്ക് ആഡ് ചെയ്യാം. ഇതും അതേപോലെ തന്നെ അളവെടുക്കുന്നത് എക്സ്ട്രാ എടുത്തിട്ട് മുകളിലത്തെ ടോപ്പ് പോർഷൻ നീക്കി മാറ്റുക, എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഇനി നമ്മൾ 1/8 പോർഷൻ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് 1/8 പോർഷൻ, കുറച്ച് മാത്രം ആഡ് ചെയ്യുക. ഇതാണ് ഇതിനകത്തുള്ള ബേസ് ഉണ്ടാക്കാൻ വേണ്ടി, കേക്ക് ബേസിൻ്റെ കംപ്ലീറ്റ് കൂട്ടം. ഇനി നമുക്കിതൊന്ന് സീവ് ചെയ്തെടുക്കാം. സീവ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഈക്വലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവും. സീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് അത് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സീവ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ സീവ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന ആ പൗഡർ എല്ലാം കൂടെ നമുക്ക് വേറൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് നമ്മൾ ബേസിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ മെയിനായിട്ട് നന്ന ബേസാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ മൈദയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പഞ്ചസാരയുടെ പൊടി ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര കിട്ടുന്ന കണക്കിലാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു 1/4 കുറച്ച് കൂടുതൽ പഞ്ചസാര എടുത്തിട്ടാണ് പൊടിക്കുന്നത്. അങ്ങനെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. ഇതിനകത്ത് നമ്മളാണെങ്കിൽ പിന്നെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ടോപ്പ് പോർഷൻ കവർ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോഴത്തേക്ക് ബാക്കിയൊന്നും അങ്ങോട്ട് തെറിച്ച് മിക്സിയുടെ മണ്ടയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പൊതുവെയുള്ള ട്യൂട്ടോറിയലുകൾ കാണാത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അപ്പം നമുക്ക് ഇനിയും പഞ്ചസാര പൊടിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷനിൽ പേപ്പറോട് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ പഞ്ചസാരയെല്ലാം പൊടിച്ചെടുത്തത്. ഞങ്ങൾ എക്സ്ട്രാ പഞ്ചസാര എടുത്ത് നാളെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എക്സ്ട്രാ കുറച്ച് പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കണക്കിന് നമ്മുടെ 1/2 കിലോഗ്രാമിൻ്റെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് 1/2 കപ്പ് പഞ്ചസാര മതി. അടുത്തൊരു മെയിൻ കാര്യം, പിന്നെ ഒരുപാട് ആൾക്കാർ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യമാണ്, എല്ലാവരും ചിലപ്പോൾ ഈ പഞ്ചസാര ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരിതിലോട്ട് മുട്ട ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കറക്റ്റായിട്ട് ബീറ്റ് ആകത്തില്ല. നമ്മൾ കാഴ്ചയിൽ അത് കറക്റ്റായിട്ട് ബീറ്റ് ആയെന്ന് തോന്നും, പക്ഷേ അത് കറക്റ്റായിട്ട് ബീറ്റ് ആകത്തില്ല. അതിൻ്റെ ആ മുട്ടയുടെ മണം ഒന്ന് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തണുത്ത കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് എടുത്തിട്ട് ആഡ് ചെയ്യാം മുട്ടയുടെ കൂട്ടത്തിൽ, എന്നിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര നമുക്കിനി 1 കപ്പ് എടുക്കാം.
അടുത്ത് നമുക്ക് ബേസ് വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 180°C 10 മിനിറ്റാണ് നമ്മൾ വയ്ക്കുന്നത്. ഇത് വെക്കുമ്പോൾ മെയിനായിട്ട് ഓർക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ നടുക്കത്തെ പോർഷനിലാണ് നമ്മൾ ബേസ് ബേക്കിങ്ങിന് വേണ്ടി വെക്കാൻ പോകുന്നത്. അപ്പോൾ നടുക്ക് വയ്ക്കുമ്പോഴത്തെ ഈക്വലായിട്ട് നന്നായിട്ട് അത് ചൂടായി കിട്ടും, ഈക്വൽ ആയിട്ട് ടെമ്പറേച്ചർ സ്പ്രെഡ് ആവുകയും ചെയ്യും. ഈ ഒരു നോബ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേക്ക് ചെയ്യണോ ഗ്രില്ല് ചെയ്യണോ അതിൻ്റെ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ പോർഷനിലാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. ബോട്ടം പോർഷനിൽ കാണുന്നതാണ് നമ്മുടെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പം ടൈമിംഗ് 10 മിനിറ്റ് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെ പോർഷൻ, അതായത് ഡബിൾ സൈഡഡ് കോയിൽ രണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യണം പ്രീ ഹീറ്റിംഗ് സമയത്ത്. അതുകൊണ്ട് നമ്മൾ ബോട്ടം പോർഷനിലോട്ട് വെച്ചേക്കുന്നത്. ബേക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ബോട്ടം പോർഷനിലോട്ട് നമ്മൾ നോബ് തിരിച്ചിട്ട് ബോട്ടം പോർഷൻ മാത്രമായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് ബേക്കിംഗ് ടൈമിൽ പ്രീ ഹീറ്റ് ചെയ്യുമ്പം ഡബിൾ സൈഡാണ്. ഡബിളായിട്ടുള്ള രണ്ട് കോയിൽസും ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ഹീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. ബേക്കിംഗ് പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ടോപ്പിൽ നോബിലോട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ഓഫ് എയർ ആൻഡ് ഹീറ്റാണ്. അപ്പോഴാണ് ബേക്കിംഗ് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്ത് കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കും. കാരണം ഓവനിൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബേക്കിങ്ങിലുള്ള വ്യത്യാസം വരും, ബേക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്ത് കിട്ടത്തുമില്ല. ഇപ്പം നമ്മളെപ്പോഴാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യാം. മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ബൗളിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഇതിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത്. കാരണം അതിനകത്ത് വെള്ളം ബാക്കി എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുട്ടയുടെ മണം ഇങ്ങനെ നിൽക്കും. അപ്പം അതൊരിക്കലും ഉണ്ടായത്. അപ്പം നമ്മുടെ ടേസ്റ്റിനെ എഫക്റ്റ് ചെയ്യും, നമ്മളതിൻ്റെ സ്മെല്ലിനെ എഫക്റ്റ് ചെയ്യും. അപ്പം അത് സൂക്ഷിക്കുക. പിന്നെ മുട്ടയുടെ ഷെല്ല് ഒന്നും വീഴാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത്ര അളവിൽ നമ്മൾ എടുക്കുന്നത് 1/2 കിലോഗ്രാമാണ് നമ്മൾ ബേസ് ഉണ്ടാക്കുന്നത് കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വനില എസൻസ് ആഡ് ചെയ്യാം. വനില എസൻസ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബുഷ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. കോറൽ എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം ഞങ്ങൾ പക്ഷേ പ്രിഫർ ചെയ്യുന്നത് ബുഷ് എന്ന് പറയുന്ന ബ്രാൻഡിനാണ്. അപ്പോൾ ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ് വരുന്നത്. അപ്പം നമുക്കിനി വനില എസൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 1/8 മാത്രം വനില എസൻസ് ആഡ് ചെയ്ത് ക്വാണ്ടിറ്റി കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ കളറും ആ ഒരു ടേസ്റ്റും വരും അതിന്. അപ്പോൾ നമുക്കിനി വനില എസൻസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ സീവ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബേസിൻ്റെ കൂട്ടത്തിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ഇതൊന്ന് പ്രൊപ്പോർഷനേറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ മധുരവും ഈ ഉപ്പോടെ ആഡ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അടുത്ത് നമുക്ക് ബേസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലോട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡുകളിലെല്ലാം ഒന്ന് എണ്ണയൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് പുറത്തോട്ട് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അത് അധികം എണ്ണ തേക്കാതാണ്. അധികം എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ കേക്ക്. അടുത്ത് നമുക്കൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ ബേസ് ഒഴിച്ച് റെഡിയാക്കാൻ പോകുന്നത്. നമ്മളിത് ആദ്യം ചെയ്യുന്നതിൻ്റെ കാര്യം, കാരണം നമ്മൾ ഫ്ലോറൊക്കെ ഉണ്ടെങ്കിൽ ബേസൊക്കെ നല്ല റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അധികം നേരം വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഹാർഡാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്ലേറ്റ് റെഡിയാക്കുന്നത്, നമ്മുടെ ബേസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യാം. എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെറിയ സ്പീഡിൽ തുടങ്ങി പിന്നെ ഒരു ഹൈ സ്പീഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റിലാണ് നമ്മൾ മൊത്തമായിട്ട് ഫുൾ ടൈം നമ്മൾ എഗ്ഗിൻ്റെ കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര പൊടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഫർദറായിട്ട് മിക്സിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് പൊസിഷനിൽ ഇത് എഗ്ഗിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്ക് ആവുന്നിടവരെ നമുക്ക് മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. കറക്റ്റായിട്ട് ബീറ്റായെന്ന് അറിയുന്നത് നമുക്ക് ഈ ബ്ലേഡിൻ്റെ പാറ്റേൺസ് നമുക്ക് ഈ മിക്സിങ്ങിനകത്ത് കാണാൻ പറ്റും. പ്ലസ് ഒരു ഓഫ് വൈറ്റ് കളറാവും. നമ്മുടെ നേരത്തെ മഞ്ഞ കളർ പോയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറായി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെന്നുള്ളത് ഉറപ്പാക്കാം. ഇനി നമുക്ക് ഈ എഗ്ഗ് ബീറ്റ് ചെയ്യലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/8 കപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1/8 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 കിലോ കേക്ക് ബേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 1/8 ആണ്. 1 കിലോ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് 1/4 കപ്പാണ്. അപ്പം ഇതാണ് നമ്മുടെ അളവ്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് അധികം പിന്നെ ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുള്ളത് മിക്സ്ചർ റെഡിയാവും. ഇനി നമുക്ക് ആ സീവ് ചെയ്ത് വെച്ചേക്കുന്ന കൊക്കോ പൗഡർ മൈദ കൂടെ ഉള്ള മിക്സ്ചർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തതിലോട്ട് ഈ എഗ്ഗ് ബീറ്റ് ചെയ്തതിലോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ
ഇതിൻ്റെ ഫുൾ മിക്സിങ് ചെയ്യേണ്ടത് കുത്തി ചെയ്യാതെ പതുക്കെ സ്ലോ ആയിട്ടാണ് ഈ പോർഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ നമുക്ക് സ്പീഡ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്പൂൺ വെച്ചിട്ടായാലും നമുക്ക് ഫൈനൽ മിക്സിങ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ ആ ഫ്ലോർ മിക്സിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ച് സൈഡിൽ നിന്ന് എടുത്തിട്ട് നടുക്കൂടെ ഒരു കട്ട് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്നതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ. ഇത് എന്തുകൊണ്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഫോൾഡ് ചെയ്യും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന ഈ ബേസിനകത്തും ഈ മിക്സ്ചറിനകത്തും ഒരു രീതിയിലുള്ള എയർ ബബിൾസും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലേ ഇപ്പം നല്ല സ്മൂത്തായിട്ട് ആ ബേസിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ട് വീഴുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർത്തോണം, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒന്നുമില്ല, നമുക്ക് നല്ല കേക്ക് ബേക്ക് ആവാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് ഫൈനലായിട്ട് ഓവനകത്തോട്ട് വെക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ടേബിളിൽ ഇട്ടിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ബാക്കിയുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങ് പോയിക്കോളും. അപ്പോൾ നമുക്ക് ബേക്കിങ്ങിന് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ പൊതുവെയുള്ള ട്യൂട്ടോറിയലിൽ എങ്ങും കാണത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേക്കിന് നമുക്ക് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ വയ്ക്കുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റാണ്. അത് ഹാഫ് kg ആയതുകൊണ്ട് ഇപ്പം 1 kg ആണെങ്കിൽ നമുക്കൊരു 30-35 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അത് ബേക്ക് ചെയ്ത് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് ഈ കപ്പിൽ 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തൊരു ഹാഫ് പിഞ്ച് ഉപ്പോടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനുള്ള കറക്റ്റ് കോമ്പിനേഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ മധുരം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാതെ കിട്ടും. അപ്പോൾ ഷുഗർ എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കുമ്പോഴത്തേക്ക് ഷുഗർ സിറപ്പ് ഏകദേശം റെഡിയാക്കിയിട്ട് പിന്നെ ഹാഫ് പിഞ്ച് സോൾട്ട് ഇടുക. പിന്നെ ഞങ്ങൾ ഈ കോമ്പിനേഷനകത്തോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെയും കൂടെ നല്ലൊരു ടേസ്റ്റ് വരും. ഇത് നമ്മൾ കേക്കിൻ്റെ ബേസ് റെഡിയാക്കി കഴിയുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. ഷുഗർ സിറപ്പ് നമുക്കിനി ഒരു ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ബേസിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തായിട്ട് നമുക്ക് ഐസിങ് ഷുഗറും ബട്ടറും എടുക്കാം. ഇതിനായിട്ടുള്ള അളവെന്ന് പറയുന്നത് ബട്ടർ നമ്മളൊരു 100 ഗ്രാം നമ്മൾ വെയിങ് സ്കെയിലിൽ എടുക്കുകയാണ്. ആദ്യം ടയർ വെയിറ്റ് 0 ആക്കിയിട്ട് ഇനി നമുക്ക് ബട്ടർ 100 ഗ്രാം ആഡ് ചെയ്യും. പിന്നെ നമുക്ക് ഐസിങ് ഷുഗർ ആ ബട്ടറിലോട്ട് ആഡ് ചെയ്യണം. അപ്പം ഐസിങ് ഷുഗർ ആഡ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. 100 ഗ്രാമിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി 200 ഗ്രാം ഐസിങ് ഷുഗറാണ്. രണ്ടും കൂടെ ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ മിക്സിങ് ചെയ്യുന്നത്. ബട്ടർ 100 ഗ്രാം, ഐസിങ് ഷുഗർ 200 ഗ്രാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇത് കുത്തി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അതിനകത്ത് ഒരു തുള്ളി പോലും ഇതിൽ ക്രീമോ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കേക്ക് പ്രോപ്പറായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ഷുഗറിൻ്റെ അളവ് എടുക്കാം. ഐസിങ് ഷുഗർ എടുക്കുന്ന പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ബട്ടർ. ബട്ടർ എടുക്കുന്ന 100 ഗ്രാം, ഐസിങ് ഷുഗർ 200 ഗ്രാം. ഇനി നമുക്ക് ഐസിങ് ഷുഗറിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ബേക്കായ കേക്ക് നമുക്ക് ആ പ്ലാസ്റ്റിക് ബട്ടർ പേപ്പർ ഇട്ടത് നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണിച്ച കട്ടിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കും. നമുക്ക് നോർമൽ നൂല് വെച്ചിട്ടായാലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ എക്യുപ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗറും കൊക്കോ പൗഡറിൻ്റെ മിക്സറും നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. ഒന്ന് ഈക്വലായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. സീവ് ചെയ്ത പൗഡർ ഇപ്പോൾ നമുക്ക് റെഡി ആക്കിയിടണം. ഒന്നോടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്തായിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ക്രീം ലെയറിങ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 1/2 ബൗൾ പാലെടുത്തിട്ട് നമുക്ക് ഈ ഐസിങ് പ്ലസ് കൊക്കോ പൗഡർ മിക്സിലോട്ട് നമ്മളിനെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് മുമ്പ് നമുക്ക് ബട്ടർ നമ്മൾ നേരത്തെ എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കാം. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ ബട്ടർ ഫുൾ ബീറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഐസിങ് ഷുഗർ പ്ലസ് കൊക്കോ പൗഡർ മിക്സർ ഇതിനകത്തോട്ട് കുറച്ച് പകുതി ആഡ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ എന്നിട്ട് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഈ ലെയറിങ്ങിന് ഉപയോഗിക്കുന്ന ഈ മിക്സിലോട്ട് നമ്മളിനി ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നോടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ഇതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്നോടൊന്ന് ബീറ്റ് ചെയ്യണം. കാരണം അപ്പോൾ നമുക്ക് ലെയറിങ്ങിന് നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അത് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ലെയറിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് ഈക്വലായിട്ട് സ്പ്രെഡ് ആവത്തുമില്ല. ഇപ്പോൾ നമ്മുടെ ലെയറിങ്ങിനും പൈപ്പിങ്ങിനുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മെയിൻ സ്റ്റെപ്പിലോട്ട് പോവാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ ടേൺ ടേബിളിൽ വെച്ചിട്ട് ആദ്യം തന്നെ ആ ക്രീം നമ്മൾ ആദ്യം ഐസിങ് ഷുഗർ കൊക്കോ പൗഡർ വെച്ചിട്ടുള്ള ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് ബേസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോഴും അതിൻ്റെ ലെയറിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഒരു ഗ്രിപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നും അതെല്ലാം നമ്മൾ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ടോപ്പ് പോർഷൻ നല്ല ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നില്ല ബോട്ടിലിനകത്ത് മിൽക്ക് മെയ്ഡും ഷുഗർ സിറപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഇത്രയും സോഫ്റ്റ്നെസ് മതിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ലെയറിങ് ചെയ്യാം. നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന മിക്സർ എടുത്ത് ലെയറിങ് ചെയ്യാം. അപ്പോൾ ലെയറിങ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് സ്മൂത്ത്നെസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് പാൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന കൂട്ട് സെയിം പ്രൊസീജിയർ തന്നെ നമുക്കിവിടെയും ഫോളോ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ലെയറിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ ലെയറിനും ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്തത് സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. അപ്പോൾ പാൽ തൊട്ടിട്ടൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നോടൊന്ന് സ്മൂത്ത് ആവും. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ, പൈപ്പിംഗ് സെക്ഷൻ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ നോസിൽ നമ്മൾ പുഷ് ചെയ്തിട്ട് ഈ പൈപ്പിനകത്തോട് പ്രസ് ചെയ്ത് കയറ്റുക. അപ്പോൾ സൈഡ് അറ്റത്ത് വന്നിട്ട് ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നോളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സർ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് ആ നോസിലോട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തോട്ട് കറക്റ്റ് നമുക്ക് വേണ്ടി ആ ഫോമിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എൻഡിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. സ്ട്രോങ് ആയിട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൽ ആ ഡിസൈനിങ് നമ്മൾ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കാം. അപ്പോൾ ലെവലാക്കിയിട്ട് പിന്നാണ് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ എത്ര എളുപ്പവും എത്ര മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നത്. അപ്പോൾ ഇത് സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ടോപ്പ് പോർഷൻ സൈഡ് പോർഷൻ എല്ലാം നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ മുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മുത്ത് എഡിബിളാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ക്രീമി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ashwin.pillai ASWIN.pillai അല്ലെങ്കിൽ കമൻസിൽ പറഞ്ഞാലും മതി. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ താങ്ക് യു.